ഓം ശാന്തി. എൻ്റെ കുട്ടി ഏറ്റവും മിടുക്കനാവണം, ഏറ്റവും മിടുക്കിയായി വളരണം, ഈ ലോകത്തിനൊരു തണൽമരം പോലെ വളരണം, എൻ്റെ കുടുംബത്തിൻ്റെ ആധാരമാവണം, എല്ലാവർക്കും ആശ്രയമാവണം. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാവില്ല. ഇന്ന് അവർക്ക് വേണ്ടിയൊരു കൊച്ചു കഥ. ഒരിക്കൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലെ തെന്നാലി രാമൻ്റെ ഒരു കഥയാണ്. വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരുടെ സദസ്സിലായിരുന്നു തെന്നാലി രാമൻ ഉണ്ടായിരുന്നത്. ഒരിക്കൽ കൃഷ്ണദേവരായർ 10 പൂച്ചക്കുഞ്ഞുങ്ങളെ തൻ്റെ ദർബാറിലേക്ക് കൊണ്ടുവന്ന ശേഷം മന്ത്രിമാരോടായിട്ട് പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും ഈ പൂച്ചക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് 1 മാസക്കാലം നന്നായിട്ട് നോക്കി നല്ല മിടുക്കന്മാരായ പൂച്ചക്കുട്ടികളായിട്ട് തിരിച്ചു കൊണ്ടുവരണമെന്ന്. അങ്ങനെ എല്ലാവരും പൂച്ചക്കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി കൊണ്ടുപോയി. ഒരു പൂച്ചേനെ തെന്നാലി രാമനും കൊടുത്തു. അങ്ങനെ തെന്നാലി രാമൻ ആ പൂച്ചയെ കൊണ്ടുപോയി. 1 മാസം കഴിഞ്ഞു. രാജാവിൻ്റെ ഓർഡറാണ്, എല്ലാവരും ഇന്ന് വരുമ്പോൾ പൂച്ചകളെ കൊണ്ടുവരണം. പൂച്ചകളെ കൊണ്ടു നോക്കിയപ്പോൾ എല്ലാവരും കൊണ്ടുപോയ, തെന്നാലി രാമൻ ഒഴികെ കൊണ്ടുപോയ മറ്റെല്ലാ പൂച്ചകളും നന്നായിട്ട് തടിച്ചു നല്ല ഭംഗിയുള്ള പൂച്ചക്കുട്ടികളായിട്ടുണ്ട്. തെന്നാലി രാമൻ കൊണ്ടുപോയ പൂച്ചക്കുട്ടി വളർന്നിട്ടൊക്കെയുണ്ട്, പക്ഷേ അങ്ങനെ തടിച്ചു കൊണ്ടിട്ടൊന്നുമില്ല, ഒരു മെലിഞ്ഞ പൂച്ചക്കുട്ടിയാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു രാമനോട്, ഇതെന്താ രാമ, ദിവസവും പൂച്ചയ്ക്ക് പാലിനും മറ്റുള്ളതായിരിക്കുന്ന ചെലവിനുള്ള പൈസ ഖജനാവിൽ നിന്ന് തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നിനക്ക് കിട്ടിയില്ലേ? ഇവർക്കൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, പൂച്ച നന്നായിരിക്കണ്ടല്ലോ എന്ന്. അപ്പോൾ തെന്നാലി രാമൻ പറയുകയാണ്, എന്ത് ചെയ്യാനാണ് അങ്ങുന്നേ, എൻ്റെ പൂച്ച പാലേ കുടിക്കില്ല, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ രാജാവ് ഉടനെ തന്നെ ആജ്ഞാപിക്കും, പാല് കൊണ്ടുവരൂ, എല്ലാ പൂച്ചകളുടെ മുന്നിൽ വെക്കാൻ പറഞ്ഞു. 10 പൂച്ച കുഞ്ഞിനും പാല് കൊടുക്കാൻ പറഞ്ഞു. പൂച്ച പാല് കുടിക്കാതിരിക്കില്ല, നീ വെറുതെ പറയാന്ന് പറയും. അങ്ങനെ പാല് കൊണ്ടുവരും, എല്ലാ പൂച്ചകളുടെ മുന്നിലും വെക്കും. തെന്നാലി രാമൻ്റെ പൂച്ച പാല് കുടിക്കാൻ കൂട്ടാക്കില്ല. പൂച്ച പാല് കുടിക്കാതിരുന്നപ്പോൾ രാജാവിന് അത്ഭുതമായിപ്പോയി, ഇതെന്താ ഇങ്ങനെയെന്ന് പറയും. അപ്പോൾ പറയും, എൻ്റെ പൂച്ച പാല് കുടിക്കില്ല, പക്ഷേ എലീനെ പിടിക്കും, ഈ പൂച്ചകളൊക്കെ വിട്ടു നോക്ക്, അവർ എലിയെ കൊണ്ടുവന്ന് നോക്കാമെന്ന് പറയും. അങ്ങനെ ഈ 10 പൂച്ചകളെയും കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് വിട്ടു. പല പൂച്ചകളും പലയിടത്തും പോയി കിടന്ന് ഉറങ്ങി. തെന്നാലി രാമൻ്റെ പൂച്ച അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒരു എലീനെ പിടിക്കുകയും ചെയ്തു. അപ്പോൾ ചോദിച്ചു, ഇതെങ്ങനെ സാധിച്ചു, എന്താണ് നീ ചെയ്ത പണിയും ചോദിക്കുക. അപ്പോൾ തെന്നാലി രാമൻ പറയും, എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയായിരുന്നു, കൊട്ടാരത്തിൽ പൂച്ചകളെ വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പൂച്ചകൾക്ക് പിടിക്കാനുള്ള എലി ഇവിടെ വന്നിട്ടുണ്ടായിരിക്കണം. എലിയുടെ ശല്യമില്ലാതെ പൂച്ചയെ വളർത്തണം എന്നൊരു രാജാവ് വിചാരിക്കില്ല. അപ്പോൾ അങ്ങ് പൂച്ചയെ വളർത്താൻ തന്നതിൻ്റെ ഉദ്ദേശം എലീനെ പിടിക്കാൻ യോഗ്യരായിട്ടുള്ള പൂച്ചേനെ വളർത്താനാണ്, അല്ലാതെ ആഹാരം കഴിച്ച് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുന്ന ഒരു പൂച്ചേനെ വളർത്താനല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എൻ്റെ പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുചെന്നന്ന് നല്ല തളച്ച പാല് വെച്ച് കൊടുത്തു. പൂച്ചക്കുട്ടി പാല് കണ്ടു കുടിക്കാൻ ഓടി വന്ന് തലമുക്കി അതിൻ്റെ മുഖം പൊള്ളി. 2ാമത്തെ ദിവസം ഞാൻ തളച്ച പാല് കൊണ്ട് വെച്ച് കൊടുത്തു. പൂച്ചക്കുട്ടി പാല് കണ്ടപ്പോൾ വീണ്ടും വന്നു, അത് മുക്കാൻ നോക്കുമ്പോഴത്തേക്ക് അത് ചൂട് കണ്ടപ്പോൾ അതിന് മനസ്സിലായി തലേദിവസത്തെ അനുഭവം വിട്ട് ഓടി. പകരം അത് വിശപ്പ് സഹിക്കാൻ പൂച്ചയ്ക്ക് പറ്റില്ല, മൃഗമാണ്. അവിടെ തെരഞ്ഞു കണ്ടുപിടിച്ച് അതിന് വേണ്ട ജീവൻ ആഹാരത്തിന് വേണ്ടി കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ എൻ്റെ വീട്ടിൽ 1 മാസമായിട്ട് എൻ്റെ വീട്ടിൽ ദിവസവും ഇത് എലിയെ പിടിച്ച് തിന്ന് ജീവിക്കുകയാണ്. അതുകൊണ്ട് അതിന് പാലിനോട് ആസക്തിയില്ല, അത് എലിയെ പിടിച്ച് സ്വയം ജീവിക്കാൻ പഠിച്ചു എന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്ന സമയത്ത് അവർക്ക് വേണ്ട എല്ലാ സുഖവും സൗകര്യങ്ങളും മാത്രം കൊടുത്തുകൊണ്ട്, ഈ ആധുനിക കാലഘട്ടത്തിൽ അവർ ചെയ്യുന്നതിന് പകരം മാതാപിതാക്കൾ ജോലി ചെയ്ത് മക്കളെ അവരുടെ സ്കൂളിലെ വർക്ക് പോലും പാരൻസ് ചെയ്തു കൊടുത്ത് വളർത്തുമ്പോൾ, വേണ്ടതിലധികം സുഖം കൊടുക്കുമ്പോൾ, പണ്ടത്തെ കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയൊക്കെ അവർ 12 വയസ്സ് കഴിഞ്ഞ ഗുരുകുലത്തിലേക്ക് പറഞ്ഞു വിടുമായിരുന്നു. അവരുടെ രാജകീയ വസ്ത്രങ്ങളെ അഴിച്ചു മാറ്റി, അലങ്കാരങ്ങളെ അഴിച്ചു മാറ്റി, നിലത്ത് നടക്കുന്ന കാലുകളുമായിട്ട് നിലത്ത് തറയിൽ ഉറങ്ങി. എല്ലാ പുരാണങ്ങളും നിങ്ങൾ നോക്കിക്കോ, എവിടെയൊക്കെ ഗുരുകുലത്തിൻ്റെ കഥ പറയുന്നുണ്ടോ അവിടെയൊക്കെ സുഖം ത്യജിക്കാനും കർമ്മം ചെയ്യാനും പഠിപ്പിച്ചതാണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഞാൻ പറയുകയാണ്, പലപ്പോഴും വിദേശങ്ങളിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോ കുട്ടിയുടെയും മുന്നിലതായിട്ടുള്ള കലയെ വികസിപ്പിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് എന്ത് ടാലൻ്റ് ഉണ്ടോ അതിനെ കൂടെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ലെവൽ കഴിഞ്ഞാൽ അതിൽ നിന്ന് ഏണിങ് ഉണ്ടാക്കി പഠിക്കാനുള്ളൊരു സപ്പോർട്ട് കൊടുക്കും. പക്ഷേ കേരളത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, പഠിച്ച് 22-25 വയസ്സായാലും പഠിച്ചിരിക്കുന്ന വിദ്യാർത്ഥി ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇനി ഏണിങ്ങിന് ആരംഭിക്കാൻ ചിന്തിക്കണം. അത് കഴിഞ്ഞ ശേഷം 35-40 വയസ്സാകുമ്പോഴേക്ക് ആരംഭിക്കാൻ തുടങ്ങും. 60 വയസ്സാകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ എത്തിയും പോകും. ഇങ്ങനെയുള്ള അവസ്ഥ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് സ്നേഹം കൊടുക്കണ്ടെന്നോ അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കണ്ടെന്നോ കെയർ കൊടുക്കണ്ടെന്നോ അല്ല, അതിനൊപ്പം തന്നെ അവരുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള
പ്രാപ്തി, ശക്തി വീട്ടിൽ മാതാപിതാക്കളാണ് ആദ്യത്തെ ഗുരുക്കന്മാരാവേണ്ടത്. ആഹാരം ഉണ്ടാക്കാനാണെങ്കിലും ക്ലീനിങ് ചെയ്യാനാണെങ്കിലും വാഷിംഗ് ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ജീവിതത്തിൽ നിത്യവൃത്തിക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാനും ഒപ്പം അവരുടെ ലെസൺസ് പഠിക്കാനും അതിനൊപ്പം തന്നെ സൊസൈറ്റിയുള്ളതായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റാൻ അങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് സർവ്വതോന്മുഖമായിരിക്കുന്ന വികാസമുള്ള ഒരു സമൂഹത്തിനെയാണ്. അല്ലാതെ അച്ഛനും അമ്മയും വായിൽ കൊടുക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെ കാലം കഴിയുമ്പോൾ ജീവിതം എവിടെയെങ്കിലും വഴിമുട്ടി നിന്ന് പോകുന്ന മക്കളെയല്ല. അതുകൊണ്ട് സുഖം കുറച്ചാൽ തന്നെത്താൻ പരിശ്രമിക്കാൻ പഠിക്കും. ആ രീതിയിൽ സുഖം കുറയ്ക്കുക എന്ന് വെച്ചാൽ അർത്ഥം പഠിക്കാനുള്ള സാധനം കൊടുക്കണ്ടെന്നല്ല, തെറ്റിദ്ധരിക്കരുത്. പഠിക്കാനുള്ള സാധനം കൊടുക്കണ്ടെന്നല്ല, വസ്ത്രം കൊടുക്കണ്ടെന്നല്ല, ആഹാരം കൊടുക്കണ്ടെന്നല്ല. ഇതെല്ലാം കൊടുത്ത് മടിയന്മാരായിട്ട് ഇരിക്കാൻ സമ്മതിക്കരുത്. അവരുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കണം. അവനവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വേണ്ടി വന്നാൽ അത്യാവശ്യം ഒരു ആഹാരം ഉണ്ടാക്കി കഴിക്കാനുള്ള കപ്പാസിറ്റി വരെ മക്കളിൽ ഡെവലപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് പാരൻസിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ വ്യത്യാസമില്ല. എവിടെ പോകുമ്പോഴും ഇത്തരം കലകൾ, ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ തോൽക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി ആവരണ ചെയ്യും. ഒരു പക്ഷേ ഇന്നത്തെ വീഡിയോ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ അനിഷ്ടം വന്നിട്ടുണ്ടാവാം. ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്നാലും ഇത് സത്യാവസ്ഥയാണ്, പറയാതിരിക്കാൻ വയ്യ. പലരും മക്കളെല്ലാം വളർന്നു വലുതായി എല്ലാം കഴിഞ്ഞ ശേഷം ഇതുവരെയും ജീവിതത്തിന് ഒരു ഉത്തരവാദിത്വ കാര്യങ്ങളോ അറിഞ്ഞില്ല, ചെയ്തില്ല, പഠിച്ചില്ല. വളർന്ന ശേഷം ഒറ്റയടിക്ക് എല്ലാം അവൻ ഏറ്റെടുക്കണം അല്ലെങ്കിൽ അവളെ ഏറ്റെടുക്കണം എന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുമ്പോൾ അതൊരു പ്രോപ്പർ മെത്തേഡ് അല്ല. അവിടെ അച്ഛനും മക്കളും അമ്മയും മക്കളും നമ്മുടെ യുദ്ധം, ഫൈറ്റ്, ശത്രുത, ഇങ്ങനെ ഒത്തിരി കൗൺസിലിങ്ങിന് വേണ്ടി എന്നോട് വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും വളർന്നു വരുന്ന കുട്ടികളിൽ ഒരു സർവ്വതോന്മുഖമായിരിക്കുന്ന വികാസം വരത്തക്ക രീതിയിൽ എല്ലാ രീതിയിലും അവരെ ഒരു പേഴ്സണായി കണ്ടുകൊണ്ട്, ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട്, അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടും ഒപ്പം സ്വയം പര്യാപ്തമായി കൊണ്ട് വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ. എല്ലാ കുടുംബത്തിലെ മക്കളും ഈ ലോകത്തിൻ്റെ തണലായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.